റാഗിപ്പൊടിയും നേന്ത്രപ്പഴവും കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതുപോലെ സ്പാച്ചില കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ എടുക്കണം. ഇതിവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മാറുന്നതുവരെ നന്നായിട്ട് ഇനി 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഉടച്ചിട്ടെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് 3/4 കപ്പ് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തിട്ടുള്ള റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വീതം ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു ഇഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലുള്ള ചെറിയ ബൗളുകളിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെച്ചാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ ബൗളിലും ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കണം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ട് അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് ഒരു 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം.